എൻ്റെ കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയും തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയും വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവർക്ക് വേണ്ടിയും വിസ പുതുക്കി കിട്ടാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്ഥലം വിറ്റുമാറാനുള്ളവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്ഥലങ്ങൾ പ്രമാണം ചെയ്യാൻ ഭാഗോടമ്പടി പ്രമാണം ചെയ്യാനും വിൽപ്പത്രങ്ങൾ പ്രമാണം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവെ, അത് നടപ്പിൽ വരുന്നതിന് വേണ്ടി പോകുന്ന തടസ്സങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്നതിന് പ്രമാണ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിൻ്റെ യാത്രകൾ, ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ, ആ വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്രകൾ, അക്ഷയയിലേക്കുള്ള യാത്രകൾ, ഇങ്ങനെ നിനക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ തത്രപ്പാടുകൾ എല്ലാം നീ അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും നിയമപരമായിട്ട് നിനക്ക് നിൻ്റെ ജീവിതം വീട് വെക്കാൻ പറ്റാതിരിക്കുക, പെരമേയാൻ പറ്റാതിരിക്കുക, അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടൊക്കെ ഉണ്ടെങ്കിൽ പിടക്ക് നമ്പർ കിട്ടാതിരിക്കുക, അങ്ങനെ എന്താണ് നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ? ചില സാധനങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ട് കാണാനില്ല, ഇവിടെ വെച്ചെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ വിഷമിച്ച് നടക്കുന്ന വ്യക്തിയാകാൻ നീ. ചിലപ്പോൾ കൈ കഴിഞ്ഞ് വിട്ടുപോയ പണം തിരികെ കിട്ടാൻ യാതൊരു മാർഗ്ഗമില്ലാത്തത്, അങ്ങനെയുള്ള സത്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭീഷണിയായി തീരുമ്പോൾ നീ വിറങ്ങലിച്ചിരിക്കുന്ന വ്യക്തിയാകാം. കർത്താവ് നിന്നെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു. കർത്താവ് നിന്നെ സന്ധിക്കും. ദൈവത്തിനെതിരാവും നിനക്ക് യുക്തമായി പ്രവർത്തിക്കാൻ ആ സമയത്ത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന ചെയ്ത കർത്താവിൻ്റെ അഭിഷേക ശക്തി ആ തക്ക സമയത്ത് നിന്നെ സഹായിക്കട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നീക്കുവാമേ. നമുക്ക് സാരയില്ല, മനുഷ്യല്ല, പോട്ടെ. പെട്ടെന്നുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കും. നമ്മൾ വളരെ കോംപ്രമൈസ് ചെയ്തിട്ട് ആളെ ഉൾക്കൊള്ളാൻ നോക്കും. ദൈവം അങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു രീതിയല്ല ബൈബിളിലുള്ളത്. നമ്മൾ ഉൾക്കൊള്ളിപ്പിക്കാൻ വേണ്ടി നമ്മൾ വെയിൽ വിസ്തൃതമാക്കിയിട്ട് കെട്ടിയിട്ടും കാര്യമില്ല. നമ്മളിങ്ങനെ ആൾക്കാരെ സുഖിപ്പിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ. ആൾക്കാരെ സുഖിപ്പിച്ചുകൊണ്ട് കൂടെ നിർത്താൻ അങ്ങനെയൊന്നും ബൈബിളിന് പറ്റത്തില്ല. അന്നാളുകളിൽ കർത്താവ് പറഞ്ഞിട്ടില്ല, അന്നാളുകളിൽ കേൾവിക്ക് ഇമ്പമുള്ളവരെ അവർ വിളിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ. അതിൽ കേൾവിക്ക് ഇമ്പമുള്ളവരെ, ആൾക്കാർക്ക് പ്ലീസിങ് ആയിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നവരെ, സോപ്പിട്ട് സംസാരിക്കുന്നവരുണ്ട്. 2 തിമോത്തി 4:3 ജനങ്ങൾ 2 തിമോത്തി 4:3 പ്രധാനപ്പെട്ട വചനം. എന്താണ്? ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. സഹിഷ്ണുത അപ്പം ഇങ്ങനെ പല്ലിറുമ്പവരെ ഉത്തമ പ്രബോധം വരുമ്പോൾ അവരെ തലതിരിക്കും, അത് കീഴ്പ്പെട്ട് നോക്കിയിരിക്കും, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യും. സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയെ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. അത് ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ്. കേൾവിക്ക് തങ്ങളുടെ, അതായത് ഇപ്പം കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ചില പള്ളികളിലൊക്കെ ലാസ്റ്റ് ടെംപ്റ്റേഷനൊക്കെ അതൊക്കെ ആ ജനങ്ങളുടെ ധ്യാന വിഷയമാക്കി. നോൺസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി നോൺസെൻസ് എന്ന് പറയാം. എന്ത് സംഭവിച്ചാൽ ഇങ്ങനെ എന്താണ് സഭ, എന്താണ് നോൻപ് കാലം, എന്താണ് ജനങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, അത് ആ ഒരു പിടിവിട്ടുപോയി. അപ്പോൾ അത് നോൻപ് കാലത്തിൻ്റെ പേരിൽ ആത്മവിശുദ്ധീകരണവും അനുതാപവും മാനസാന്തരവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ പീഡാനുഭവവും പാപത്തിന് പരിഹാരം എന്ന രീതിയിലാണ് അത്. ഇപ്പോൾ പള്ളി പോലും ഞായറാഴ്ച കുർബാന പോലും കൃത്യമായിട്ട് പങ്കെടുക്കാത്ത, പ്രാക്ടീസിങ് അല്ലാത്ത ആൾക്കാർ വന്നിട്ട് നോൻപ് കാലത്ത് സംസാരിക്കണമെന്നൊക്കെ പറയണപ്പോൾ എന്തോ ഒരു ഭീഷണമായ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നൊക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ പറയാനോ ചോദിക്കാനോ അതും അവർ കാലത്തിൻ്റെ അതാണ് എഴുതിയിരിക്കണത്. വായിച്ചേ. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന, തങ്ങളുടെ അഭിരുചിക്കല്ല, ദൈവത്തിന്റെ അഭിരുചിക്കല്ല, തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന
പ്രബോധകരെ വിളിച്ചു കൂട്ടും. പ്രബോധകരെ വിളിച്ചു കൂട്ടും. അപ്പം മനുഷ്യൻ്റെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടിയിട്ട് മനുഷ്യനെ ദൈവമാക്കാനുള്ള തത്രപ്പാടുകൾ കാണിച്ചു കൂട്ടുന്നത്. ഈ തീ കൊണ്ട് ഈ ചേന വേഗത്തില്ല. അപ്പോൾ സാത്താൻ എങ്ങനെ വളരെ തന്ത്രപരമായിട്ട് സാംസ്കാരികമായ അനുരൂപണം നടത്തണമെന്നറിയാമോ? സാത്താൻ അതായത് വൃക്ഷത്തിൽ നിന്ന് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന് പറയുന്ന ഈശോ ആ തിരിച്ചറിയലിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. തിരിച്ചറിയലിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് ഒന്നാമത്തിൽ. രണ്ടാമത് സഭയോടുള്ള ഐക്യം. സഭയുടെ ഐക്യം എന്ന് പറയുമ്പോൾ കൗതാശികമായ ഐക്യമാണ്. കൗതാശികമായ ഐക്യം, വചനസാക്ഷ്യമായ ഐക്യം, സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളോടുള്ള ഐക്യം, അങ്ങനെ ഒത്തിരിയേറെ ഐക്യങ്ങളുണ്ട്. സഭാ സമൂഹത്തോടുള്ള വേറിട്ട് നിൽക്കാതെ ഉള്ള കൂട്ടായ്മ, നമ്മൾ തന്നെ നമ്മുടെ ശിക്ഷ സ്വയം വലിച്ച് തലയിൽ വെക്കുന്ന പോലുള്ള, അപ്പം അതൊന്നും ദൈവം വെറുതെ വിടത്തില്ല ശരിക്കും.